വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. ഇത് എൻ്റെ വീട്ടിലുള്ള ഇസ്രായേലി ലെമൺ നാരകത്തിൻ്റെ ചെടിയാണ്. ഏകദേശം ഒരു 10 കൊല്ലമൊക്കെ ഉണ്ടാവണം ഈ ചെടി. ഇതുമേ ഞാൻ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഒരു നഴ്സറി നടത്തുന്ന ഒരാളുടെ നിന്നാണ് ഇത് വാങ്ങിയത്. കുരിയച്ചിറ, തൃശ്ശൂരാണ് എൻ്റെ സ്ഥലം. കുരിയച്ചിറ ഒരു ഷോപ്പിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ ഒരു ചെറിയൊരു 1.5 അടി ഉയരമുള്ള ഒരു ഗ്രോ ബാഗിലുള്ള ഒരു തയ്യായിരുന്നു. അതുമൊരു ലെമൺ, ഒരു നാരങ്ങ ഉണ്ടായിരുന്നു. ഇസ്രായേലി നാരങ്ങ എന്ന് പറഞ്ഞു തന്നു, പെട്ടെന്ന് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുറേയേറെ വർഷം നിന്ന് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഇത് പൂവിട്ടത്. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം 1-2 പൂവുണ്ടായി ഇടയിൽ, എപ്പോഴോ അത് കൊഴിഞ്ഞു പോയി. കഴിഞ്ഞ വർഷം ഇത് പൂവിട്ടു. ഇതുമേ ഇപ്പോൾ കുറച്ച് അധികം തന്നെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ കണ്ടത്, ഇതിൽ വീഡിയോയിൽ നിങ്ങൾക്ക് ലേറ്റർ ഓൺ സ്റ്റേജിൽ കാണാം. ഇതാണിപ്പോൾ പച്ച നാരങ്ങ ഉണ്ടായി നിൽക്കുന്നത്. ഇത് കൂടാതെ ഇതുമ്മ കുറച്ച് നാളുകളായിട്ട്, എനിക്ക് തോന്നുന്നത് 1-2 മാസത്തിലേറെയൊക്കെ അതിൻ്റെ തോന്നുക, ഒരു നാരങ്ങ ഉണ്ടായത് ഇപ്പോൾ മഞ്ഞയായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഏതാണ്ട് നമ്മുടെ ഈ വടുകപ്പുള്ളി എന്നൊക്കെ പറയും ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂർ. നാരങ്ങ ഒരു അത്യാവശ്യം ഒരു പൊതിച്ച തേങ്ങര അത്ര വലിപ്പമുണ്ട് ആ നാരങ്ങ. അതായത് ഈ കാണുന്ന മഞ്ഞ കളറിൽ ഇതാ കാണുന്നതാണ് ഈ നാരങ്ങ. അപ്പോൾ ഇത്ര വലുപ്പത്തിൽ നമ്മുടെ ഒരു സാധാരണ ചെറുനാരങ്ങയുടെ വലുപ്പം നമുക്കറിയാലോ. അപ്പോൾ ഇതുമ്മ കാണുന്ന പച്ച നാരങ്ങകളൊക്കെ ആ വലുപ്പമാണ്. ഇതിപ്പോൾ ഇത് പറഞ്ഞാൽ അതുമ്പോൾ നിന്ന് ഉണങ്ങുക എന്ന് പറഞ്ഞാൽ വാടി, അവിടെ നിന്ന് വാടി, ചിലത് താഴെ വീണു കിട്ടി എനിക്ക്. അപ്പോൾ ഞാനിത് പൊട്ടിക്കാതെ നിർത്താനൊരു കാരണമുണ്ട്. എന്താ കാര്യം വെച്ചാൽ, ഇപ്പം ഞാനിതുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, താഴെ വീണ് എനിക്ക് 1-2 കിട്ടി. അപ്പം ഞാനിത് ഒരെണ്ണം ഇടയിൽ പൊട്ടിക്കുകയുണ്ടായി. ഇപ്പോൾ ഇതുപോലെ ഈ വലുപ്പത്തിൽ നമ്മുടെ ഏകദേശം നമ്മുടെ ചെറുനാരങ്ങയുടെ ഒക്കെ വലുപ്പത്തിൽ ഒരെണ്ണം മഞ്ഞ കളർ കണ്ടിട്ട് ഞാൻ പൊട്ടിച്ചിട്ട് നോക്കുമ്പോൾ, മുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അല്ലികൾ വളരെ ഹാർഡാണ്. ഈവൻ ഇത് മഞ്ഞ കളറായിട്ട് പോലും അല്ലികൾ ഭയങ്കര ഹാർഡാണ്. കാര്യം പിഴിയുമ്പോൾ നീരുണ്ട്, പക്ഷെ നമ്മുടെ നാടൻ ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആന്ധ്രയിൽ നിന്ന് വരുന്നതായാലും ഇവിടെ നാട്ടിൽ കിട്ടുന്ന ചെറുനാരങ്ങയുടെ അത്ര ഇതിൽ ജ്യൂസ് ഇല്ല. അതാണ്. അപ്പോൾ ഇത് വലിയൊരു നാരങ്ങയാണ്. അപ്പോൾ ഇത് ഒരു ടെന്നീസ് ബോളിനേക്കാളൊക്കെ വലുപ്പമുണ്ട് ഈ നാരങ്ങ. പക്ഷേ ഇതും മുറിച്ചിട്ടുള്ള വീഡിയോ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വീഡിയോയിലുണ്ട്, മുറിച്ചിട്ടുള്ള ആ ഒരു ഇത്. പക്ഷേ അതിനൊന്നും ഈ പറഞ്ഞ പോലെ ഇത്തിരി മറ്റ് നമ്മുടെ ലോക്കൽ ചെറുനാരങ്ങയുടെ പോലെ സോഫ്റ്റ് അല്ല. ഇതിൻ്റെ അല്ലികളൊക്കെ ഇത്തിരി ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. കൈകൊണ്ട് പിഴിയാൻ എളുപ്പമല്ലത്. അപ്പോൾ ഞാൻ ഈ സോഡ സർബത്തൊക്കെ വെക്കുന്ന ഷോപ്പുകളിൽ ഉപയോഗിക്കുന്ന സ്ക്വീസർ, സ്റ്റീലിൻ്റെ, അത് ഉപയോഗിച്ചാണ് സ്ക്വീസ് ചെയ്തത്. ജ്യൂസ് താരതമ്യേന കുറവാണ്. പക്ഷേ വിഷമടിക്കാതെ നമ്മുടെ വീട്ടിൽ ചെറുനാരങ്ങ ഉണ്ടായി കിട്ടുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇവനെ നിർത്താമെന്ന് വിചാരിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ആന്ധ്രയിൽ നിന്നൊക്കെയാണ് അധികം വരുന്നത് ചെറുനാരങ്ങ നമ്മുടെ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത്. അതിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പലതരം കെമിക്കൽസ് ആഡ് ചെയ്തിട്ടാണ് അത് ട്രാൻസ്പോർട്ടേഷൻ ആന്ധ്രയിൽ നിന്ന് കേരളത്തിൽ എത്തിക്കുന്നത് തന്നെ. അത് പൊട്ടിക്കുന്നത് ഇതിപ്പോൾ ഇല്ല, പച്ച ചെറുനാരങ്ങ കാണുന്നത് ഇത് വാടിയ പോലെയായി 1-2 പക്ഷെ അതും ഞാൻ കഴിച്ചു. അതിൻ്റെ അകത്ത് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തു ഞാൻ. അങ്ങനെ അത് കഴിച്ചു. അല്ലെങ്കിൽ അറിയാമല്ലോ, വാടിയ ചെറുനാരങ്ങയുടെ നീരൊന്നും കഴിക്കാൻ യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. പക്ഷെ അത് കളഞ്ഞില്ല, ഞാൻ കഴിച്ചു. അപ്പോൾ ഇതാണ് ആ വലിയ നാരങ്ങയും ചെറിയ നാരങ്ങയുടെ തമ്മിലുള്ള ഇപ്പോൾ നമ്മുടെ ആ വലിപ്പ വ്യത്യാസം അറിയാം നിങ്ങൾക്ക്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ കണ്ടാൽ ആ വലിപ്പ വ്യത്യാസം മനസ്സിലാവും. ഈ പച്ചയൊന്നും ഒരു ഗുണമില്ല കേട്ടോ. പച്ച ചെറിയൊരു മഞ്ഞളിക്ക് കടന്നുണ്ടെന്നുള്ളത്. അതാണ് ആ പച്ച മുറിച്ചത്, നമ്മുടെ ഒരു നോർമൽ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ളത്. ഈ വലിയത് മുറിച്ചതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ അല്ലി ഇപ്പോൾ വീഡിയോയിൽ ക്ലിയർ ആണോ എന്ന് അറിയില്ല. പക്ഷേ അത് മറ്റ് ചെറുനാരങ്ങയുടെ പോലെ സോഫ്റ്റ് അല്ല. എന്തായാലും ഞാനീ പറഞ്ഞതാണ് ഇതിൻ്റെ ബോട്ടം ലൈൻ ഈസ്, ഇത് നമുക്ക് വി ആർ ഗെറ്റിംഗ് ഇറ്റ് വിത്തൗട്ട് എനി കെമിക്കൽസ്. ഐ മീൻ ഇറ്റ്സ് പെസ്റ്റിസൈഡ് ഫ്രീ, കെമിക്കൽ ഫ്രീ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ജ്യൂസ് കിട്ടിയുള്ളെങ്കിലും ദാറ്റ് ഈസ് പ്യുവർ. അപ്പോൾ ചെറുനാരങ്ങയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഇത് സാലഡിൽ വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ ചേർക്കാനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് പോലെ കുടിക്കാനായിട്ട് ഉള്ള യൂസിനായിട്ട് നിർത്താം. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു. ദാറ്റ്സ് ഓൾ. താങ്ക് യു.